ഉടമ്പടി നമ്മളെ ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിക്കുന്നവരാക്കും, ദൈവത്തിൻ്റെ സാക്ഷികളാക്കും. അതാണ് വചനം നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ചേച്ചി ഇവിടെ സാക്ഷ്യം പറഞ്ഞില്ലേ, ഇന്ദു പത്തനാപുരം. എന്നാ സാക്ഷ്യം പറഞ്ഞത്? എൻ്റെ പേര് ഇന്ദു മാത്യു. ഞാൻ പത്തനാപുരത്തു നിന്നാണ് വരുന്നത്. ഞാൻ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എനിക്കൊരു അടയാളം കാണിച്ചു തരണേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലെന്ന്. അങ്ങനെ മാതാവ് എനിക്ക് മെയ് 2 വൈകിട്ട് ഞാൻ സന്ധ്യാപ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ മാതാവിൻ്റെ ഫോട്ടോയിൽ, ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയ ഒരു ഫോട്ടോയിൽ ഒരു ചിറക് പോലെ ഒരു രൂപം അപൂർണമായി വന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇതെനിക്ക് വ്യക്തമാക്കി തരണേ, ഇതെന്താണ്, എന്നെ പൂർണ്ണമായി നല്ല സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, മാതാവ് എൻ്റെ കൂടൊപ്പം ഉണ്ടെങ്കിൽ ഇത് പൂർണ്ണമാക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ മെയ് 3 വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയോട് അനുബന്ധിച്ച് ഈ മാതാവിൻ്റെ രൂപത്തിൽ ഒരു ചിറക് പോലെ ഒരു രൂപം പ്രത്യക്ഷപ്പെടുകയും, അന്ന് എനിക്ക് അതിഭയങ്കരമായ തലവേദനയായിരുന്നു. ആ തലവേദന സമയത്ത് ഞാൻ ഈ ഫോട്ടോയിൽ പിന്നെ ഈ ഇതിൽ നെറ്റി കൈ വെച്ച് പ്രാർത്ഥിക്കുകയും, ആ സമയത്താണ് ഈ രൂപത്തിൽ ഇങ്ങനെ ചിറക് പോലെ പ്രത്യക്ഷപ്പെടുകയും, ആ സമയത്ത് തന്നെ എൻ്റെ മൈഗ്രെയിൻ പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തു. അവരൊരു ചിറകുള്ള എന്താ കാണിച്ചത്? മാതാവിനെ കാണിച്ചില്ലേ? അത് സാക്ഷ്യം കേട്ടപ്പോഴേ ഞാൻ ശരിക്കും ഒന്ന് ഞെട്ടി. എന്താ കാര്യം എന്നറിയാമോ? ഞാൻ ഈ വലിയ കലവൂർ പള്ളി ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ സഹപ്രവർത്തകയെ വെളുപ്പിനെ വിളിച്ചു. ഞാൻ പറഞ്ഞെടി, ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട്, നിനക്കറിയാവോ എന്താണെന്ന്? എന്താ? നമ്മുടെ മാതാവ്, കൃപാസനം മാതാവ് ചിറക് വിരിച്ചു വന്ന് അൽത്താറെ, വലിയ കലവൂർ പള്ളിയുടെ അൽത്താറേ നിൽക്കണമെന്ന്. 2 കൊല്ലം മുമ്പ് കണ്ട സ്വപ്നമാണ്. കൃപാസനം മാതാവ് ചിറക് വിരിച്ച് വന്ന് വലിയ കലവ് പള്ളിയുടെ അൽത്താറെ വന്ന് നിൽക്കുന്നു. അപ്പം പിന്നീട് അച്ഛൻ്റെ ആത്മകഥ എഴുതിയപ്പോഴേ അവരാണത് നോട്ട് കറക്റ്റ് ചെയ്യണത്. അവരതിൻ്റെ അകത്തൊരു വചനം ചേർത്ത്. ഏതാണെന്നറിയാവോ? അതായത് വെളിപാട് 12:14 സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകന്മാരുടെ 2 ചിറകുകൾ നൽകപ്പെട്ടു. ശ്രുതിയുടെ ഹല്ലേലൂയ. അതാണ് നമ്മളെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ പറയണത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ പറ്റി സഭ വസ്തുനിഷ്ഠമായി പഠിക്കണം. കാര്യം നമ്മൾ പറയുന്ന വിഷയത്തിലൊന്നും ചെന്നത് അവസാനിക്കത്തില്ല. കാര്യം എന്താ? അടുത്ത വചനം എന്താ? വെളിപാട് 12:14 ശേഷമുള്ള വചനങ്ങൾ. സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അമ്മയോട് ബന്ധപ്പെട്ടതാണ് സമയം. അമ്മയോട് ബന്ധപ്പെട്ടതാണ് സമയം. സമയമുള്ളിടത്തോളം കാലം അമ്മ ഈ ഭൂമിയിലുണ്ടാവും. ദാറ്റ് മീൻസ് കാലത്തിൻ്റെ അവസാനം വരെ. കാലത്തിൻ്റെ അവസാനം വരെ സമയമുള്ളിടത്തോളം കാലം അമ്മ ഭൂമിയിൽ സംരക്ഷിക്കപ്പെടും. കൈ അടിച്ചു കിടന്നാണ്. എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, കരങ്ങൾ നീട്ടി അമ്മേ, എൻ്റെ അമ്മേ, വിശ്വാസത്തോടെ എനിക്ക് ഈശോ തമ്പുരാനേ. അക്രൈസ്തവ സഹോദരങ്ങൾ പോലും എന്തുമാത്രം ഇതിനെക്കുറിച്ച് അവബോധം ഉണ്ടെന്നറിയാവോ? കഴിഞ്ഞ ദിവസം ഇന്നലെ 5 കോട്ടയം എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അക്രൈസ്തവ സഹോദരിയാണ്. എൻ്റെ പേര് അഞ്ജു. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. ഞാനൊരു നേഴ്സാണ്. ജർമ്മനിക്ക് പോകാനുള്ള ഭാഷ പഠിക്കുകയാണ്. അതിൻ്റെ ലാസ്റ്റ് ഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളിലും എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അച്ഛൻ്റെ പേര് എല്ലാം തെറ്റായിരുന്നു. കുറച്ച് നാളുകൾ കൊണ്ട് ഇതെനിക്കെല്ലാം ശരിയാക്കി കിട്ടണം. അപ്പോൾ എനിക്കൊരു പത്രം കിട്ടി. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കൊച്ചി ഇവിടെ വരുമായിരുന്നു. അങ്ങനെ അത് വന്നു. ഞങ്ങൾ എൻ്റെ കൂട്ടുകാർ 5 പേര് കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷെ വന്നു പോയപ്പോൾ എനിക്കെന്തോ ഒരു തമാശ പോലായിരുന്നു. പക്ഷെ ഞാൻ എല്ലാ പ്രാർത്ഥനയും അന്ന് തൊട്ട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ പരീക്ഷാ ഭവനിൽ കൊടുത്ത എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും
എൻ്റെ അതിനുള്ള ഫോമുകളും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനു മുമ്പ് വരെ. അത് കഴിഞ്ഞ് ആരോ ഒരാൾ ഇടപെട്ട് എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും മാതാവിന് ഈ സമയത്തിന് മേൽ അധികാരമുണ്ടെന്ന് പറയുന്ന പോലെ 3 മാസം കൊണ്ട് കിട്ടേണ്ട സാധനങ്ങൾ എനിക്ക് 1.5 മാസം കൊണ്ട് ശരിയാക്കി കിട്ടും. എൻ്റെ കൂട്ടുകാരത്തി എന്നോട് ചോദിച്ചു, ചേച്ചി പരീക്ഷ എഴുതുന്നുണ്ടോ? കാരണം അവരെല്ലാവരും അപ്ലൈ ചെയ്തു. എനിക്ക് എൻ്റെ പാസ്പോർട്ട് നമ്പർ വേണം. പാസ്പോർട്ട് നമ്പറിന് വേണ്ടി ആദ്യം പാസ്പോർട്ട് തിരുത്തണം. ഞാൻ പറഞ്ഞു എഴുതും, എനിക്കെൻ്റെ മാതാവ് എന്നെ സഹായിക്കും. പക്ഷേ അവർ രജിസ്റ്റർ ചെയ്തു. എല്ലാം ചെയ്തപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ഈ ഡേറ്റ് തീരുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ എൻ്റെ എല്ലാ പകർപ്പുകളും പെട്ടെന്ന് എല്ലാം ശരിയായി. ഇപ്പോൾ എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും എനിക്ക് തിരിച്ചു കിട്ടി. അവളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം അവർക്ക് ജർമ്മനി പോകണം. പക്ഷേ സർട്ടിഫിക്കറ്റുകളെല്ലാം ഈ ജർമ്മനി പോകുന്നതിൻ്റെ പ്രോസസ്സിങ്ങിൽ അവരുടെ സർട്ടിഫിക്കറ്റെല്ലാം യൂണിവേഴ്സിറ്റിയിലും പല സ്ഥലങ്ങളിലുമൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് വിസ പ്രോസസ്സിങ്ങിന് ഡേറ്റ് ബാർ ചെയ്തിരിക്കുകയാണ്. ആ സർട്ടിഫിക്കറ്റ് വരാൻ കാര്യം ചിലപ്പോൾ 6 മാസം എടുക്കും. പഞ്ചു പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉടമ്പടി ചെയ്തിട്ട് വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? എൻ്റെ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ അധികാരമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഉടമ്പടി ചെയ്തപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സമയത്തിന് മേൽ അധികാരമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ 6 മാസം കൊണ്ട് കിട്ടേണ്ട സർട്ടിഫിക്കറ്റ് എനിക്ക് ഒരാഴ്ച കൊണ്ട് കിട്ടിയെന്ന്. സുധീർ ഹല്ലേലൂയ, യേശു ഹല്ലേലൂയ. വീണ്ടും നമ്മൾ വെളിപാട് 12:17. അപ്പോൾ സർപ്പം. ഈ സർപ്പം എന്ന് പറഞ്ഞാൽ ഏത് സർപ്പമാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഏത് സർപ്പമാണ്? വെളിപാട് 12:9 ഒരു സർപ്പമുണ്ട്. ഏതാണത്? പുരാതനമായ സർപ്പം. ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന, സാത്താനെന്നും പിശാചെന്നും വിളിക്കുന്ന ആ പുരാതന സർപ്പം. ഈ സർപ്പവുമായിട്ടാണ് ദൈവം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അറിയാമല്ലോ, ഉൽപ്പത്തി 3:15 നിനക്ക് സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കുമെന്ന്. നിൻ്റെ കുതികാലിന് അവൻ പരിക്കേൽപ്പിക്കും. ആരാണത്? അപ്പം ഈശോയുമായിട്ടും സർപ്പം ശത്രുതയാണ്, അമ്മയുമായിട്ടും ശത്രുതയാണ്. അപ്പം സർപ്പത്തെ ഒതുക്കാൻ വേണ്ടി ദൈവം 2 പേരെ സൃഷ്ടിച്ചു. ഒന്ന് വചനം മാംസമായി. ഈശോ സൃഷ്ടിക്കപ്പെട്ടതല്ല, വചനം മാംസമായി മനുഷ്യാവതാരത്തിലൂടെയാണ്. പുത്രൻ തമ്പുരാൻ ലോകത്തിന് പാപത്തിന് പരിഹാരം ചെയ്യാൻ ആത്യന്തികമായിട്ട് നമുക്കറിയാമല്ലോ, ഇതൊരു പോരാട്ടമാണ്. നമ്മൾ ഉടമ്പടിയിൽ നമ്മൾ ചെയ്യണത് എന്താണ്? 3 പാപങ്ങളെ വെച്ച് 3-4 പ്രാവശ്യം 4 തവണയായിട്ട് 12 പാപങ്ങളെയാണ് നമ്മൾ ഉപേക്ഷിക്കണത്, ഇല്ലേ? അപ്പോൾ ഒരു പാപങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കണം, നമ്മൾ സർപ്പത്തോട് അമ്മയോട് ചേർന്ന് ഒരു പോരാട്ടത്തിലാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, പാപത്തിനെതിരെയുള്ള പോരാട്ടം എത്തച്ചൊരിച്ചൊരു വരെ എത്തിയില്ലല്ലോ എന്ന് പറയണില്ലേ? അതൊരു പോരാട്ടമാണ്. ഇപ്പോൾ പ്രഭാകരൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ടു. എൻ്റെ പേര് പ്രഭാകരൻ എന്നാണ്. കാഞ്ഞൂരാണ് എൻ്റെ വീട്. ഞാൻ എൻ്റെ അച്ഛനായിട്ട് പഠിപ്പിച്ച എൻ്റെ മദ്യപാനം അമ്മയായി മാറ്റി തന്നു. ഒരു 40 വർഷത്തോളമായിട്ട് ഞാൻ മദ്യം കഴിക്കാതിരുന്നിട്ട്. മദ്യം ഉച്ചയ്ക്ക് കഴിക്കും, വൈകുന്നേരം കഴിക്കും, ആൾക്കാരുടെ മുടിയും വെട്ടും, ഒരു കുഴപ്പമില്ല. മെയ് 1-ാം തീയതി കഴിഞ്ഞ 18 മെയ് 1-ാം തീയതി ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മെയ് 11-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തു. ഈ ഉടമ്പടി പത്രത്തിൽ ഉടമ്പടി പ്രാർത്ഥന ഉടനടി അനുഭവം എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു 9:30 മണിക്ക് ഞാൻ ഉടമ്പടി എടുക്കാനും എൻ്റെ ഭാര്യയെ കൂടി ഇവിടെ കയറി. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കൊണ്ട് പുറത്തിറങ്ങി. ആ നിമിഷം തൊട്ട് ഈ നിമിഷം വരെ ഞാൻ ഈ സ്ഥാനം തൊട്ടിട്ടില്ല. 40 വർഷമായിട്ട് നടത്തിയിരുന്ന പോരാട്ടത്തിൽ ആ മനുഷ്യൻ ജയിച്ചു, അമ്മയോടൊപ്പം യുദ്ധം ചെയ്ത്, അല്ലേ? ലഹരി പദാർത്ഥം ഉപയോഗിക്കുക എന്നുള്ള വലിയ ദുശ്ശീലത്തിൻ്റെ പാപത്തിൻ്റെ പോരാട്ടത്തിൽ നിന്ന് പ്രഭാകരൻ ജയിച്ചിട്ട് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. ആ പ്രഭാകരൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മൾക്ക് എന്ത് തോന്നും? കർത്താവേ, ഞങ്ങളും പോരാട്ടമാണ്. അമ്മേ, ഈ പോരാട്ടത്തിൽ പ്രഭാകരനെ പോലെ ജയിക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ. നമ്മൾ ജയിക്കും, ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. മാറാരോഗങ്ങൾ
പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പോരാട്ടത്തില് അന്ത്യം വരെ നമ്മൾ പോരാടണമെന്നില്ല. ദൈവം നമ്മളെ ജയിപ്പിക്കും. നമ്മളൊന്ന് പോരാടാൻ തീരുമാനിച്ചാൽ മതി. നമ്മളൊന്ന് പോരാടാൻ തീരുമാനിച്ചാൽ മതി. ബാക്കി എന്താ? ബാക്കി ദൈവം നമ്മളെ സഹായിക്കും. ഇപ്പോൾ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ? കണ്ണൂർ ചേച്ചി, കണ്ണൂരുകാരത്തെ ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ? ഞാൻ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി കത്തീഡ്രൽ പള്ളിയിൽ നിന്ന് വരുന്നു. എൻ്റെ 2 മക്കൾക്ക് വേണ്ടി സാക്ഷ്യം പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് 3 മക്കളാണ്. അതിൽ രണ്ടാമത്തെ ഇരട്ടകൾ 2 ആൺകുട്ടികൾ. അവർ 2 പേരും സെമിനാരിയിൽ പഠിക്കുന്നു. ഇപ്പോൾ 3 വർഷമായി അവിടെ പഠിക്കുന്നു. ആ 2 മക്കൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയാൻ ഞാനിവിടെ നിൽക്കുന്നത്. അതിൽ ഒരാൾ 2 പേരും 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മൈസൂരിലെ പ്രൊഫഷണൽ ഹൗസിൽ പഠിക്കുന്നു. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് അവിടെ ചെന്ന് +1ഉം +2ഉം എടുത്തപ്പോൾ അവിടെ കന്നഡ ഒരു സബ്ജക്റ്റായിട്ട് വന്നിരുന്നു. അതവർക്ക് വല്ലാതെ വിഷമമായി. അതിലൊരാൾ നന്നായിട്ട് പഠിക്കും, ഒരാൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ആ മോൻ്റെ കാര്യം എഴുതിയിട്ടു. അവന് കന്നഡയ്ക്ക് സാധാരണ 4-5 മാർക്കുകളാണ് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം ഭയങ്കര വിഷമമായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം അവൻ്റെ റിസൾട്ട് അറിഞ്ഞു. അവൻ്റെ അച്ഛൻ ആദ്യമായിട്ട് ഈ മോനെയാണ് വിളിച്ച് അവൻ്റെ റിസൾട്ട് പറഞ്ഞത്. അപ്പോൾ അവൻ കന്നഡയ്ക്ക് പാസ്സായി എന്ന് പറഞ്ഞപ്പോൾ അവന് തന്നെ വിശ്വാസം വരുന്നില്ല. ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. കാരണം കർണാടകത്തിൽ കന്നഡ പഠിച്ച് വളർന്ന കുട്ടികൾ വരെ അവിടെ ഫെയിലായി. എൻ്റെ മോന് നല്ല മാർക്കോടുകൂടി ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി. അവിടെ 2 മക്കൾ സെമിനാരിലാണെന്ന് പറഞ്ഞില്ലേ? ഒരു മകന് കന്നഡ അറിയാം, ഒരു മകന് കന്നഡയ്ക്ക് 4-5 മാർക്ക് കിട്ടുന്നുള്ളായിരുന്നു പറഞ്ഞു. അപ്പോൾ അവരെന്നാ ചെയ്തത്? അമ്മയോടൊത്താണ് ആ പരിമിതിയെ പോരാടുന്നത്. ഇപ്പം എന്നാ അവർ പറയണത്? അവസാനം ആ സാക്ഷ്യം പറഞ്ഞ് എന്നെ അവസാനിപ്പിച്ചിരിക്കണത് 4-5 മാർക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഉടമ്പടി ചെയ്ത് അമ്മയോടൊത്ത് ആ വിഷയത്തെ അഭിമുഖീകരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പരിമിതിക്കേട് നമ്മൾ പോരാടുമ്പോൾ കൂടെ ദൈവവും പോരാടുകയാണ്. അതാണ് നമ്മൾ ജയിക്കണത്. ഇപ്പോൾ കന്നഡയ്ക്ക് മാർക്ക് വന്നപ്പോൾ ക്ലാസ് മാർക്കായി. ഇപ്പോൾ എന്നെ പറ്റണ എന്ത് സംഭവിച്ചിരിക്കണത്? അവർ ചോദിക്കണ ഇതാണ്: കന്നഡയിൽ ജനിച്ച് വളർന്ന് കന്നഡ പഠിച്ച കുഞ്ഞുങ്ങളും തോറ്റിരിക്കുക, എന്നിട്ടും ഉടമ്പടി ചെയ്ത മകൻ കന്നഡയ്ക്ക് ജയിച്ചു. ആ സാക്ഷ്യം ഞാൻ കേട്ടപ്പോഴേ എൻ്റെ മനസ്സിൽ വന്നത്, സിംഹക്കുട്ടികളെ ഇര കിട്ടാതെ വലഞ്ഞേക്കാം, എങ്കിലും ദൈവമായ കർത്താവെ അങ്ങനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകത്തില്ല. 34-ാം സങ്കീർത്തനമാണ് 10ാമത്തെ വാക്യം. സിംഹങ്ങൾക്ക് ആർക്കിര കിട്ടില്ലെങ്കിലും സിംഹങ്ങൾക്ക് ഇര കിട്ടും അല്ലേ? ആര് കന്നഡ തോറ്റാലും കന്നഡ ജനിച്ചു വളർന്ന ആൾക്കാർ തോക്കേണ്ട കാര്യമില്ല. അവർ തോറ്റിട്ടും കർത്താവിൽ ആശ്രയിക്കുന്നതും ജയിച്ചിരിക്കുന്ന കൈ അടിച്ച് കർത്താവ്. നമ്മുടെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായൊരു ശ്രമം ഉണ്ടായാൽ മതി. 1-2 സ്റ്റെപ്പ് എടുത്താൽ മതി. 3-4 സ്റ്റെപ്പ് ആരെടുക്കും? കർത്താവ് എടുക്കും. കാര്യം എന്താണ്? ഐ ഹാവ് ഹോൾഡ് യു ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ് എന്നല്ലേ കർത്താവിൻ്റെ വാഗ്ദാനം? ഓരോ വചനവും വാഗ്ദാനമല്ലേ നിറവേറാനുള്ളതല്ലേ? അതല്ലേ അമ്മയുടെ വിജയം? കർത്താവ് അരുളിച്ചെയ്ത വചനങ്ങൾ നിറവേറുമെന്ന് നാം വിശ്വസിച്ചു. സ്തുതിയുടെ ഹല്ലേലൂയ. ഐസയ്യ 41:10 എൻ്റെ വിജയകരമായ വലത് കരത്താൽ, ഒന്ന് പറഞ്ഞേ, എൻ്റെ വിജയകരമായ വലത് കരത്താൽ. ഐ അപ്ഹോൾഡ് യു ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ്. എൻ്റെ വിജയകരമായ വലത് കരത്താൽ, എൻ്റെ വിജയകരമായ വലത് കരത്താൽ ഞാൻ നിന്നെ ചേർത്ത് നിർത്തി. ഉടമ്പടി പാലിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് ചേർത്ത് നിർത്തപ്പെടുകയാണെന്ന് ഓർക്കണം. ആരെയാണ് ദൈവം ചേർത്ത് നിർത്തണത്? ചിറകുള്ള മാതാവ്. അതിനുശേഷം സർപ്പങ്ങളുമായിട്ടുള്ള പോരാട്ടം ഇല്ലേ? ആ ചിറകുകൾ നൽകപ്പെടുന്നത് എന്താണ്? വിജയത്തിൻ്റെ ചിറകുകളാണ്. സർപ്പത്തിൻ്റെ പോരാട്ടത്തിൽ നിനക്ക് ദൈവം ചിറകുകൾ നൽകും. ആ ചിറക് നൽകണത് എന്താണ്? നിനക്ക് കന്നഡയ്ക്ക് പാസ് മാർക്ക് പോലും കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ പറന്നു പോകാനുള്ള ചിറകുകൾ നൽകപ്പെടുന്നതാണ്. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. അമ്മയോട് കൂടെ ജോലിക്കും നമ്മൾ ജയിക്കും, കൃപ ധരിക്കും. അമ്മയോട് കൂടെ ജോലിക്കും. ഉയർത്തിയടിച്ചുകൊണ്ട് മാനരോഗങ്ങൾ മാറിപ്പോകേ, അമ്മയോടൊപ്പം ആരാധിക്കുന്നു. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ,
Praise the Lord. Praise the Lord. അപ്പോൾ നമ്മൾക്ക് കർത്താവ് നൽകുന്ന കരുതൽ എന്താണ്? ഉള്ളിൽ നീ കരുതണം. എന്ത് കരുതണം? ചിറകുകൾ നൽകപ്പെടുമെന്ന്. നിന്റെ പരാധീനതയ്ക്ക്, പോരായ്മയ്ക്ക്, നിന്റെ അവസ്ഥകൾക്കെല്ലാം, നിന്റെ പരിശ്രമങ്ങൾക്കപ്പുറത്ത് നിനക്ക് നേടാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക്, നിന്റെ സുരക്ഷിത ജീവിത സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി യു വിൽ ഗെറ്റ് വിങ്സ്. നീ ചിറകുകൾ കർത്താവ് നിനക്ക് നൽകപ്പെടും. സ്തുതിയുടെ ഹല്ലേലൂയ. പോരാട്ടം അവസാനം വരെ കേട്ടോ. ഉടമ്പടി എടുക്കുന്നത് തന്നെ ഒരു പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പാണ്. കാര്യം ഈ സ്ത്രീയുടെ കൂടെ എപ്പോഴും അഭിമുഖീകരിക്കാൻ വേണ്ടി സർപ്പം എപ്പോഴും ഇവരെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് പോരാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ ഉടമ്പടിയുടെ ഓരോ ഘട്ടങ്ങളിലും നമ്മളൊരു പോരാട്ടത്തിലാണ്. ഓരോ പോരാട്ടം ആത്മാർത്ഥമാകും തോറും ചിറകുകൾ നൽകപ്പെട്ടുകൊണ്ടേയിരിക്കും. അടഞ്ഞ കമ്പനി തിരിച്ച് വിളിച്ചില്ലേ? ഒരു ദുബായ് കമ്പനി പൂട്ടി അവരെ പുറത്താക്കിയപ്പോൾ വന്ന് ഉടമ്പടി ചെയ്തപ്പോൾ അന്ന് തന്നെ വേറെ കമ്പനിയിൽ ചിറകുകൾ നൽകപ്പെടുകയാണ്. നിനക്കിനി മൂവ്മെൻ്റ് ഇല്ലാത്ത സമയത്ത്, നിൻ്റെ കഴിവ് കൊണ്ട് ഇനി ജീവിക്കാൻ പറ്റാത്ത രീതി കടമായി പോയി ജോലി നഷ്ടപ്പെട്ടു പോയാൽ യു വിൽ ഗെറ്റ് വിങ്സ്. നിനക്ക് ചിറകുകൾ നൽകപ്പെടും. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. വെളിപാട് 12:17. അപ്പോൾ സർപ്പം ഏറ്റു പറഞ്ഞേ, അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. Praise the Lord. ഇതിനെ കുറിച്ചാണ് പറയണത്. ഉടമ്പടി എടുക്കുമ്പോൾ എന്നാ സംഭവിക്കണത്? ചിറകുകൾ നൽകപ്പെടും. പക്ഷേ എപ്പോഴും നമ്മൾ സംഭവിക്കണം എന്താന്ന് നോക്കിയേ. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു എന്ന് പറഞ്ഞ് ദൈവകൽപ്പനകൾ കാക്കുന്നവരും. നമ്മൾ ഈ ഉടമ്പടി നിബന്ധനകളെ പാലിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ദൈവകൽപ്പനകളെ കാക്കുകയാണ്. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി. ഇല്ലേ? നമ്മൾ കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോഴും പ്രേക്ഷിത പ്രവൃത്തി ചെയ്യുമ്പോഴും വി ആർ വിറ്റ്നസിങ് ജീസസ്. നമ്മൾ യേശുവിനെ സാക്ഷ്യം വഹിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഞാൻ സത്യം പറഞ്ഞ ഉടമ്പടി ആദ്യം തന്നപ്പോൾ ഇതിൻ്റെ അകത്ത് വലിയ ആത്യന്തികമായ ദൈവിക സ്വർഗീയ രഹസ്യം ഇങ്ങനെ ദൈവം പൂത്തിവെച്ചിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. ഇത് ശാശ്വതവും അതേസമയം തന്നെ സമർത്ഥവും സമ്പൂർണമായ ഒരു സാക്ഷ്യപ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് എൻ്റെ മക്കൾ നിബന്ധനകൾ പാലിക്കുമ്പോൾ വിശ്വാസത്തോടെ പാലിച്ചാൽ മാത്രം പോരാ. വിശ്വാസം, യോഹന്നാൻ്റെ വിശ്വാസം നമ്മൾ കണ്ടു, വിശ്വാസം പത്രോസിൻ്റെ വിശ്വാസം കണ്ടു. ബട്ട് വി അഡ്മയർ ദ ഫെയ്ത്ത് ഓഫ് മേരി മഗ്ഡലിൻ. ആരുടെ ഫെയ്ത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്? മേരി മഗ്ഡലിൻ. കർത്താവിൽ നിന്നൊന്നും കിട്ടത്തില്ലെങ്കിലും കർത്താവിനെ പ്രതി എന്ത് ബാധ്യതകളും ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് വചനത്തിന് സാക്ഷിയാകാം. ദൈവത്തിൻ്റെ സ്നേഹത്തിന്, ദൈവത്തെ സ്നേഹിക്കണത് ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം സത്യസന്ധവും ആ സ്നേഹം സാക്ഷ്യവുമായി മാറും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, നിന്നിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാളുപരി നിന്നോടുള്ള സ്നേഹത്താൽ സാക്ഷിയാകുന്ന യഥാർത്ഥ ഉടമ്പടി പൈതലായി എന്നെ രൂപാന്തരപ്പെടുത്തണമേ.